ഹായ്, വെൽക്കം ഓൾ. സർവേ ആൻഡ് ജിയോമാറ്റിക്സിലെ ഫസ്റ്റ് മോഡലാണ് ഞാൻ ഇന്നിവിടെ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് സർവേയിങ്? സർവേയിങ് ഇസ് ദി ആർട്ട് ഓഫ് ഡിറ്റർമൈനിങ് ദ റിലേറ്റീവ് പൊസിഷൻ ഓഫ് പോയിൻറ്റ്സ് ഓൺ, എബവ് ഓർ ബിനീത്ത് ദി സർഫസ് ഓഫ് ദി എർത്ത്. അതായത് സർവേയിങ് എന്ന് പറഞ്ഞാൽ ഒരു ആർട്ടാണ്. അതായത് പോയിൻറ്റ്സിൻ്റെ റിലേറ്റീവ് പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു സംതിങ്. അത് എർത്തിൻ്റെ സർഫസിലോ അതിന് മുകളിലോ താഴെയോ ആയിക്കോട്ടെ, ആ പോയിൻറ്റ്സിൻ്റെ റിലേറ്റീവ് പൊസിഷൻ കണ്ടുപിടിക്കുന്ന ആർട്ടിനെയാണ് എന്തെന്ന് പറയുക, സർവേയിങ് എന്ന് പറയാം. സർവേയിങ്ങിന് 3 മെത്തേഡ്സാണുള്ളത്. 1 ലീനിയർ മെത്തേഡ്, 2 ആംഗുലർ മെത്തേഡ്, 3 ഗ്രാഫിക്കൽ മെത്തേഡ്. Objects of surveying. The main object of surveying is to prepare a map or plan to show the relative position of the objects on the surface of the earth. ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താ? മാപ്പോ അല്ലെങ്കിൽ പ്ലാനോ ഉണ്ടാക്കുന്നതാണ്. അതായത് മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവേ ചെയ്ത് കിട്ടുന്ന റിസൾട്ട് ഒരു പേപ്പറിലേക്ക് പ്ലോട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് പ്ലാൻ അല്ലെങ്കിൽ മാപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ടു ഡിറ്റർമൈൻ ദ ബൗണ്ടറീസ് ഓഫ് ലാൻഡ്. അതായത് ഭൂമിയുടെ അതിരുകൾ ഡിറ്റർമൈൻ ചെയ്യാനായിട്ട്, കണ്ടുപിടിക്കാനായിട്ട്. അടുത്തത്, ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ ദ പർപ്പസ് ഓഫ് ഡിസൈനിങ് പ്രോജക്ട്സ് സച്ച് ആസ് ഡാംസ്, കനാൽസ്, റോഡ്സ്, റെയിൽവേസ് എക്സെട്ര. അതായത് എഞ്ചിനീയറിംഗ് പ്രോജക്ട്സ് ആയ ഡാംസ്, കനാൽസ്, റോഡ്സ് ഇതൊക്കെ ഡിസൈൻ ചെയ്യാനായിട്ട് സർവേയിങ് സഹായിക്കും. പിന്നെ അടുത്തത്, ഏരിയ ആൻഡ് വോളിയം കാൽക്കുലേഷൻ. ഒരു പ്ലോട്ടിൻ്റെ ഏരിയയും അതിലെ എർത്ത് വർക്കിൻ്റെ വോളിയവും നമുക്ക് സർവേയിങ് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. നെക്സ്റ്റ് ഇസ് പ്രിൻസിപ്പിൾസ് ഓഫ് സർവേയിങ്. 1, ടു വർക്ക് ഫ്രം ഹോൾ ടു പാർട്ട്. അടുത്തത്, ടു ലൊക്കേറ്റ് എ ന്യൂ സ്റ്റേഷൻ ബൈ അറ്റ്ലീസ്റ്റ് 2 മെഷർമെൻറ്റ്, ഐദർ ലീനിയർ ഓർ ആംഗുലർ, ഫ്രം ഫിക്സഡ് റെഫറൻസ് പോയിൻറ്റ്സ്. ആദ്യത്തത്, ടു വർക്ക് ഫ്രം ഹോൾ ടു പാർട്ട്. അക്കോർഡിംഗ് ടു ദിസ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ, ദ ഹോൾ ഏരിയ ഈസ് ഫസ്റ്റ് എൻക്ലോസ്ഡ് ബൈ മെയിൻ സ്റ്റേഷൻ. ഇവിടെ A, B, C, D, E, F ആണ് മെയിൻ സ്റ്റേഷൻസ്. ആൻഡ് ദ മെയിൻ സർവേ ലൈൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മെയിൻ സ്റ്റേഷൻസിനെ കണക്ട് ചെയ്യുന്ന ഈ ലൈൻസിനാണ് മെയിൻ സർവേ ലൈൻസ് എന്ന് പറയുന്നത്. ആൻഡ് ദ ഏരിയ ഈസ് ദെൻ ഡിവൈഡഡ് ഇൻ ടു എ നമ്പർ ഓഫ് പാർട്സ് ബൈ ഫോമിങ് വെൽ കണ്ടീഷൻ ട്രയാങ്കിൾ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ആ ഏരിയനെ വെൽ കണ്ടീഷൻ ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. ദ മെയിൻ സർവേ ലൈൻസ് ആർ മെഷേർഡ് വെരി ആക്യുറേറ്റ്ലി വിത്ത് എ സ്റ്റാൻഡേർഡ് ചെയിൻ ആൻഡ് ദ സൈഡ്സ് ഓഫ് ട്രയാങ്കിൾസ് ആർ മെഷേർഡ്. മെയിൻ സർവേ ലൈൻസ് എല്ലാം ഒരു സ്റ്റാൻഡേർഡ് ചെയിൻ, മെട്രിക് ചെയിൻ വെച്ച് ആക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്ത് ആ ട്രയാങ്കിൾസിൻ്റെ എല്ലാം സൈഡ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ പ്ലോട്ടിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ദ പർപ്പസ് ഓഫ് ദിസ് പ്രോസസ് ഓഫ് വർക്കിംഗ് ഈസ് ടു പ്രിവെൻറ്റ് അക്യുമുലേഷൻ ഓഫ് എറർ. നമ്മളിപ്പോൾ ഹോൾ ടു പാർട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എറേഴ്സ് ഡിമിനിഷ് ചെയ്യാൻ പറ്റും. ഡ്യൂറിങ് ദിസ് പ്രോസസ്, ഇഫ് ദർ ഈസ് എനി എറർ ഇൻ ദ മെഷർമെൻറ്റ് ഓഫ് എനി സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ, ദെൻ ഇറ്റ് വിൽ നോട്ട് എഫക്ട് ദ ഹോൾ വർക്ക്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ട്രയാങ്കിളിൻ്റെ മെഷർമെൻറ്റ്സിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് ആ മൊത്തം വർക്കിനെ എഫക്റ്റ് ചെയ്യില്ല. ദ എറർ കൻ ഓൾവേസ് ബി ഡിറ്റക്റ്റഡ് ആൻഡ് എലിമിനേറ്റഡ്. ബട്ട് ഇഫ് ദ റിവേഴ്സ് പ്രോസസ് is followed, then the minor error in measurement will be magnified in the process of expansion and this error will become absolutely uncontrollable. അതായത് ഇപ്പോൾ നമ്മൾ പാർട്ട് ഹോളാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ എന്തുണ്ടാവും, ചെറിയ മൈനർ എറേഴ്സ് വരെ മാഗ്നിഫൈ ചെയ്ത് അത് അവസാനം കിട്ടുന്ന ആൻസറിൽ വലിയൊരു എററായിട്ട് മാറും. അടുത്ത പ്രിൻസിപ്പിൾ ഓഫ് സർവേയിങ് എന്ന് പറയുന്നത്, ടു ലൊക്കേറ്റ് എ ന്യൂ സ്റ്റേഷൻ ബൈ അറ്റ്ലീസ്റ്റ് 2 മെഷർമെൻറ്റ്സ്, ഐദർ ലീനിയർ ഓർ ആംഗുലർ, ഫ്രം ഫിക്സഡ് റെഫറൻസ് പോയിൻറ്റ്സ്. നമ്മൾ സർവേ ചെയ്യുമ്പോൾ ഒരു പോയിന്റ് ലൊക്കേറ്റ് ചെയ്യണമെങ്കിൽ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള 2 പോയിന്റിൽ നിന്നെങ്കിലുള്ള മെഷർമെൻറ്റ് എടുത്തിട്ട് വേണം മൂന്നാമത്തെ ഒരു പോയിന്റ് ഫിക്സ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഇവിടെ നോക്കുക, ABC എന്നുള്ള ട്രയാങ്കിളിലെ എയും ബിയും ഓൾറെഡി ഫിക്സഡ് ആയിട്ടുള്ള സ്റ്റേഷനാണ്. സി എന്ന് പറഞ്ഞ പോയിന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ എ സി എന്നുള്ള ലെങ്ത്തും BC എന്നുള്ള മെഷർമെൻറ്റും രണ്ടും എടുത്തിട്ട് വേണം. അതുപോലെ ഇവിടെ എയും ബിയും എസ്റ്റാബ്ലിഷ് ആണ്. സി എന്ന പോയിന്റ് ഫിക്സ് ചെയ്യണമെങ്കിൽ BC എന്ന് പറഞ്ഞ മെഷർമെൻറ്റ് എടുക്കുകയും വേണം. ഒപ്പം തന്നെ ആംഗിൾ ABC, ആ 5 എന്നുള്ള ആ ആംഗിളും കണ്ടുപിടിച്ചാണ് സി ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ ഇവിടെ AC എന്നുള്ള മെഷർമെൻറ്റും BC എന്ന മെഷർമെൻറ്റും നോൺ ആണ്. അതുപോലെ തന്നെ ആംഗിൾ എയും ആംഗിൾ ബിയും വെച്ച് നമുക്ക് സി എന്ന പോയിന്റ് ഫിക്സ് ചെയ്യാം. അടുത്തത് എന്താണ് ചെയിൻ സർവേയിങ് എന്നുള്ളതാണ്. അപ്പോൾ ഈ കാണുന്നതാണ് മെട്രിക് ചെയിൻ. ചെയിൻ സർവേയിങ് ഇസ് ദ ലീനിയർ മെത്തേഡ് ഓഫ് സർവേയിങ്. അതായത് ഇവിടെ ലീനിയർ മെഷർമെൻറ്റ്സ് മാത്രമാണ് എടുക്കുക. അത്ര ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു മെത്തേഡ് അല്ല ഇത്. എപ്പോഴൊക്കെയാണ് ചെയിൻ സർവേയിങ് യൂസ് ചെയ്യുക? ചെയിൻ സർവേയിങ് യൂസ് ചെയ്യണമെങ്കിൽ ഗ്രൗണ്ട് ഫെയർലി ലെവലായിരിക്കണം, ഓപ്പൺ ഏരിയ ആയിരിക്കണം, അത്യാവശ്യം ചെറിയ ഏരിയ ആയിരിക്കണം. അടുത്തത് പ്രിൻസിപ്പിൾ ഓഫ് സർവേയിങ്. നമ്മൾ സർവേ ചെയ്യാൻ പോകുന്ന പ്ലോട്ട് വെൽ കണ്ടീഷൻഡ് ആയിട്ടുള്ള ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ട്രയാങ്കിൾസിൻ്റെയും ഏരിയ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ഏരിയ കിട്ടും. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ചെയിൻ സർവേയിങ്. അടുത്തത് ആംഗുലർ മെത്തേഡ് ഓഫ് സർവേയിങ്.
ഇറ്റ് ഈസ് യൂസ്ഡ് വെൻ ദ ഏരിയ ടു ബി സർവേഡ് ഇസ് ലാർജ്, അൺഡുലേറ്റഡ് ആൻഡ് ക്രൗഡഡ് വിത്ത് മെനി ഡീറ്റെയിൽസ്. ഇപ്പോൾ നമ്മുടെ പ്ലോട്ട് അത്യാവശ്യം വലുതാണ്, നമുക്ക് ചെയിൻ ഇടാനൊന്നും പറ്റാത്ത ഒരു അവസരമാണെങ്കിൽ ആണ് നമ്മൾ കോമ്പസ് സർവേയിങ് യൂസ് ചെയ്യുക. അതിൻ്റെ പ്രിൻസിപ്പിളാണ് ട്രാവേഴ്സിങ്. പ്രിൻസിപ്പിൾ ഓഫ് കോമ്പസ് സർവേയിങ്: എ നമ്പർ ഓഫ് കണക്റ്റഡ് സർവേ ലൈൻസ് ഫ്രോം ദ ഫ്രെയിംവർക്ക് ഓഫ് ദിസ് ഏരിയ. ആ സർവേ ലൈൻസിൻ്റെ ഡയറക്ഷൻ നമ്മൾ മാഗ്നറ്റിക് കോമ്പസ് വെച്ചിട്ടും ലെങ്ത്ത് മെട്രിക് ചെയിൻ വെച്ചിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുക. ഇവിടെ മാഗ്നറ്റിക് കോമ്പസ് യൂസ് ചെയ്യുമ്പോൾ എറർ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നെക്സ്റ്റ് ഇസ് ഡെസിഗ്നേഷൻ ഓഫ് ബെയറിങ്സ്. ബെയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മെറീഡിയനെ റെഫറൻസ് ആക്കി വെച്ചിട്ട് കണ്ടുപിടിക്കുന്ന ഡയറക്ഷനാണ് ബെയറിങ്സ് എന്ന് പറയുന്നത്. നമ്മൾ സർവേ ചെയ്യുമ്പോൾ ഒരു സർവേ ലൈനിൻ്റെ ഡയറക്ഷൻ മെഷർ ചെയ്യുന്നത് പ്രിസ്മാറ്റിക് കോമ്പസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ കിട്ടുന്നത് ഹോൾ സർക്കിൾ ബെയറിങ്ങിലുള്ള മെഷർമെൻറ്റ്. സർവേയർസ് കോമ്പസ് യൂസ് ചെയ്ത് മെഷർ ചെയ്യുകയാണെങ്കിൽ കിട്ടുന്നത് ക്വാഡ്രന്റൽ ബെയറിങ്ങിലുള്ള സിസ്റ്റത്തിലുള്ള മെഷർമെൻ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഹോൾ സർക്കിൾ ബെയറിംഗ് സിസ്റ്റത്തിൽ നമ്മൾ നോർത്തിൽ നിന്നോ സൗത്തിൽ നിന്നോ ഈസ്റ്റിലോട്ടോ വെസ്റ്റിലോട്ടോ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ആംഗിൾ മെഷർ ചെയ്യുക. എന്നാൽ ക്വാഡ്രന്റൽ ബെയറിംഗ് സിസ്റ്റത്തിൽ നമ്മൾ ഈസ്റ്റിൽ നിന്നോ വെസ്റ്റിൽ നിന്നോ നോർത്തിലേക്കോ സൗത്തിലേക്കോ ക്ലോക്ക് വൈസ് ആയിട്ടോ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടോ മെഷർമെൻറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ആംഗിൾ 0 to 90 വരെയാണ് അതിൻ്റെ ആംഗിൾ. വാട്ട് ഈസ് ഫോർ ബെയറിംഗ്? നമ്മൾ സർവേ ചെയ്യുന്ന ഡയറക്ഷനിൽ തന്നെ ഒരു ലൈനിൻ്റെ ബെയറിംഗ് മെഷർ ചെയ്യുകയാണെങ്കിൽ അതിനെ ഫോർ ബെയറിംഗ് എന്ന് പറയും. അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്ന് ബെയറിംഗ് മെഷർ ചെയ്യുമ്പോൾ അതിനെ ബാക്ക് ബെയറിംഗ് എന്ന് പറയും. രണ്ടും കണക്ട് ചെയ്യുന്ന ഒരു ഫോർമുലയാണ് ബാക്ക് ബെയറിംഗ് ഈക്വൽ ടു ഫോർ ബെയറിംഗ് ±180. നമ്മൾ കോമ്പസ് സർവേയിങ് യൂസ് ചെയ്തിട്ട് സർവേ ലൈനിൻ്റെ ബെയറിംഗ് മെഷർ ചെയ്യുമ്പോൾ ഏതെങ്കിലും അട്രാക്റ്റിംഗ് ഫോഴ്സ് കാരണം കോമ്പസിൻ്റെ നീഡിൽ ചെറിയ ഒരു ഡിഫ്ലക്ഷൻ കാണിച്ചിരിക്കാം. അതിനെയാണ് നമ്മൾ ലോക്കൽ അട്രാക്ഷൻ എന്ന് പറയുക. ഈ ലോക്കൽ അട്രാക്ഷൻ കാരണം നമുക്ക് കിട്ടുന്ന ബെയറിങ്ങിൽ എറർ ഉണ്ടായിരിക്കും. സം സോഴ്സ് ഓഫ് അട്രാക്ഷൻ ആർ മാഗ്നറ്റൈറ്റ് ഇൻ ദ ഗ്രൗണ്ട്. എർത്തിലെ ക്രസ്റ്റിൽ കാണുന്ന മാഗ്നറ്റൈറ്റ് കാരണം നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യാം. ഇലക്ട്രിസിറ്റി ഉണ്ടെങ്കിൽ നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യാം. ആൻഡ് അണ്ടർഗ്രൗണ്ട് അയൺ പൈപ്സ്, മൊബൈൽ ഫോൺസ്, ഇതെല്ലാം കാരണം നമുക്ക് കിട്ടുന്ന ബെയറിങ്ങിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കാം. നമ്മളൊരു സർവേ ലൈനിൻ്റെ ഫോർ ബെയറിങ്ങും ബാക്ക് ബെയറിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് 180 ഡിഗ്രി ഇല്ലെങ്കിൽ ആ സ്റ്റേഷനിൽ ലോക്കൽ അട്രാക്ഷൻ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അടുത്തത് നമുക്ക് ലോക്കൽ അട്രാക്ഷൻ ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ ഫോളോയിങ് ബെയറിങ്സ് വെർ ഒബ്സർവ്ഡ് വൈൽ ട്രാവേഴ്സിംഗ് വിത്ത് എ കോമ്പസ്. ലൈൻ എ ബിയുടെ ഫോർ ബെയറിംഗ്, ബാക്ക് ബെയറിംഗ്, അതുപോലെ ബി സി, സി ഡി, ഡി എല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇങ്ങനെ ഒരു ടേബിളാണ് ഉണ്ടാക്കേണ്ടത്. ലൈൻ എ ബി അതിൻ്റെ ഫോർ ബെയറിംഗ് ആണ് 45 ഡിഗ്രി 45 മിനിറ്റ്. ബി എന്ന് പറയുമ്പോൾ അതിൻ്റെ ബാക്ക് ബെയറിംഗ് ആയിരിക്കും, അതായത് 220 ഡിഗ്രി 10 മിനിറ്റ്, 226 ഡിഗ്രി 10 മിനിറ്റ്. അതുപോലെ നമ്മൾ എല്ലാ ലൈനിൻ്റെയും ഫോർ ബെയറിങ്ങും ബാക്ക് ബെയറിങ്ങും നമ്മൾ എഴുതി, ടാബ്ലർ കോളത്തിൽ നമ്മൾ എഴുതി. എന്നിട്ട് നമ്മൾ ലോക്കൽ അട്രാക്ഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഫോർ ബെയറിങ്ങും ബാക്ക് ബെയറിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ നമ്മളിങ്ങനെ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഡി ഇ ആൻഡ് ഇ ഡി ഫോർ ബെയറിങ്ങും ബാക്ക് ബെയറിങ്ങും തമ്മിൽ ഡിഫറൻസ് 180 ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേഷൻ ഡിയിലും സ്റ്റേഷൻ ഇയിലും ലോക്കൽ അട്രാക്ഷൻ ഇല്ല. അപ്പോൾ അതിലെ കറക്ഷൻ 0 ആയിരിക്കും. ഇ ഡിയിലും ഡിയും ഇയും അടങ്ങുന്ന ലൈൻസിലെ ലോക്കൽ അട്രാക്ഷൻ 0 ആയിരിക്കും. അപ്പോൾ ഇ ഡിൻ്റെ കറക്ഷൻ 0, ഡി ഇൻ്റെ കറക്ഷൻ 0 ആൻഡ് ഡി സിയുടെ കറക്ഷൻ 0. അപ്പോൾ ഡി സിയുടെ ഒബ്സർവ്ഡ് ബെയറിംഗ് 209 ഡിഗ്രി 10 മിനിറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഡി സി എന്ന് പറയുന്നത് ബാക്ക് ബെയറിങ്ങും സി ഡി എന്ന് പറയുന്നത് ഫോർ ബെയറിംഗ് ആണ്. എന്നിട്ട് നമ്മൾ അതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? -35 മിനിറ്റ് എന്ന് കിട്ടും. അപ്പോൾ -35 മിനിറ്റ് ആഡ് ചെയ്യാം. സി ഡിയുടെ ഒബ്സർവ്ഡ് ബെയറിംഗ് 29 ഡിഗ്രി 45 മിനിറ്റിലേക്ക് ഈ -35 മിനിറ്റ് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അപ്പോൾ നമുക്ക് അത് ആഡ് ചെയ്യുമ്പോൾ 29 ഡിഗ്രി 10 മിനിറ്റ് എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ സിയിലത്തെ കറക്ഷനാണ് -35 മിനിറ്റ്. അപ്പോൾ സി ബിയിലെ കറക്ഷനും -35 മിനിറ്റാണ്. അപ്പോൾ ഒബ്സർവ്ഡ് ബെയറിങ്ങും കറക്ഷനും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 276 ഡിഗ്രി 30 മിനിറ്റ് എന്ന് കിട്ടും. അപ്പോൾ സി ബി നമുക്ക് 276 ഡിഗ്രി 30 മിനിറ്റ് എന്ന് കിട്ടി. ബി സി എത്രയാണ്? 96 ഡിഗ്രി 55 മിനിറ്റാണ്. അപ്പോൾ ബാക്ക് ബെയറിങ്ങും ഫോർ ബെയറിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? -25 മിനിറ്റ് എന്ന് കിട്ടും. ആ കറക്ഷൻ അത് കറക്റ്റ് ചെയ്യണമെങ്കിൽ
നമ്മുടെ ഒബ്സർവ്ഡ് ബെയറിങ്ങും കറക്ഷനും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ ബി സിയുടെ കറക്റ്റഡ് ബെയറിങ് കിട്ടും. അത് എത്രയാണ്? 96 ഡിഗ്രി 30 മിനിറ്റ് ആണ്. അപ്പോൾ സ്റ്റേഷൻ ബിയിലത്തെ കറക്ഷനാണ് -25 മിനിറ്റ്. അപ്പോൾ ബി എയിലത്തെ കറക്ഷനും -25 മിനിറ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ ഒബ്സർവ്ഡ് ബെയറിങ്ങും കറക്ഷനും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 225 ഡിഗ്രി 45 മിനിറ്റ് എന്ന് കിട്ടും. എ ബിയുടെ, അതായത് എ ബി ഫോർ ബെയറിങ് 45 ഡിഗ്രി 45 മിനിറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ബാക്ക് ബെയറിങ്ങും ഫോർ ബെയറിങ് തമ്മിലുള്ള ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കറക്ഷൻ 0 ആണ് കിട്ടുന്നത്. അതിനർത്ഥം എ ഈസ് ഫ്രീ ഫ്രം ലോക്കൽ അട്രാക്ഷൻ. അപ്പോൾ അതിൻ്റെ കറക്റ്റഡ് ബെയറിങ് സെയിം തന്നെ. So finally we can say that station A, D and D are free from local attraction and station B and C are affected by local attraction. അടുത്തത് സർവേയിങ്ങിൻ്റെ ഗ്രാഫിക്കൽ മെത്തേഡാണ്, പ്ലെയിൻ ടേബിൾ സർവേയിങ്. ഇവിടെ നമ്മൾ ഫീൽഡ് വർക്കും പ്ലോട്ടിങ്ങും ഒരേ സമയമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്ലെയിൻ ടേബിൾ സർവേയിങ് ഈസ് അഡോപ്റ്റഡ് ഓൺലി ഫോർ സ്മോൾ വർക്ക്സ്. ലീനിയർ മെഷർമെൻറ്റ് നമ്മൾ ചെയിൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്ലെയിൻ ടേബിൾ സർവേയിങ്ങിൽ ചെയ്യുന്നത്. ഇൻസ്ട്രുമെൻറ്റ്സ് ആർ plane table, alidade, tripod, plumbing fork and spirit level. What is leveling? It is the art of determining the relative heights of points on, above or beneath the surface of the earth using measurements taken on the vertical plane. നമ്മൾ നേരത്തെ സർവേയിങ് പറഞ്ഞപ്പോൾ അവിടെ ഹൊറിസോണ്ടൽ പ്ലെയിനിലുള്ള മെഷർമെൻറ്റ്സ് ആയിരുന്നു. എന്നാൽ ഇവിടെ ലെവലിങ്ങിൽ നമ്മൾ വെർട്ടിക്കൽ പ്ലെയിനിലുള്ള മെഷർമെൻറ്റ്സ് ആണ് എടുക്കുന്നത്. The purpose of leveling is to prepare the contour maps and to determine altitude and to prepare longitudinal sections. The purpose of leveling is to prepare contour maps, to determine altitude and to prepare longitudinal section. Next is contour. Contour is an imaginary line on the ground joining points of equal elevation. ഒരേപോലെ എലിവേഷനുള്ള പോയിന്റ്സിനെ കണക്ട് ചെയ്യുന്ന ലൈനാണ് കോണ്ടൂർ. Characteristics: no contour lines of different elevation intersect each other. ഡിഫറെൻ്റ് എലിവേഷനുള്ള രണ്ട് കോണ്ടൂർ ലൈൻസ് ഒരിക്കലും മീറ്റ് ചെയ്യില്ല. കാരണം എൻ്റെ ഡെഫിനിഷൻ തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോണ്ടൂർ ഇസ് എൻ ഇമാജിനറി ലൈൻ ഓൺ ദ ഗ്രൗണ്ട് ജോയിനിങ് പോയിന്റ്സ് ഓഫ് ഈക്വൽ എലിവേഷൻ. അപ്പോൾ ഡിഫറെൻ്റ് എലിവേഷനുള്ള ലൈൻസ് ഒരിക്കലും ജോയിൻ ചെയ്യില്ല. നെക്സ്റ്റ് ഇസ് കോണ്ടൂർ ലൈൻസ് ഓഫ് ഡിഫറെൻ്റ് എലിവേഷൻ ക്യാൻ യുണൈറ്റ് ടു ഫോം വൺ ലൈൻ ഓൺലി ഇൻ ദ കേസ് ഓഫ് എ വെർട്ടിക്കൽ ക്ലിഫ്. ഒരു വെർട്ടിക്കൽ ക്ലിഫ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഡിഫറെൻ്റ് എലിവേഷനുള്ള ലൈൻസ് യുണൈറ്റ് ചെയ്ത് ഒരു ലൈനാകുന്നത്. Closed contour lines with one or more higher ones indicate a hill. ഉയരം കൂടിയത് അടുത്തടുത്ത് വരുന്നുണ്ടെങ്കിൽ അത് ഒരു ഹില്ലിനെ ഇൻഡിക്കേറ്റ് ചെയ്യും. Closed contour lines with one or more lower ones indicate a depression with outlet. എലിവേഷൻ കുറവുള്ള കോണ്ടൂർ ലൈൻസ് അടുത്തടുത്ത് വരികയാണെങ്കിൽ ഒരു ഡിപ്രഷനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. കോണ്ടൂർ ലൈൻസ് ക്ലോസ് ടുഗദർ ഇൻഡിക്കേറ്റ്സ് എ സ്റ്റീപ്പ് സ്ലോപ്പ്. അടുത്തടുത്ത് വരുന്ന കോണ്ടൂർ ലൈൻസ് ഒരു സ്റ്റീപ്പ് സ്ലോപ്പിനെയും കുറച്ച് അകലെയുള്ള കോണ്ടൂർ ലൈൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ജെൻറ്റിൽ സ്ലോപ്പിനെയും ഈക്വലായിട്ട് സ്പേസ് ചെയ്തിട്ടുള്ള കോണ്ടൂർ ലൈൻസ് ഒരു യൂണിഫോം സ്ലോപ്പിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്.